ഇന്ന് നാം മനുഷ്യരാണ്, ചിന്തിക്കുന്നവർ, സൃഷ്ടിക്കുന്നവർ, ചോദിക്കുന്നവർ. പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നില്ല. ഏകദേശം 4.54 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെട്ടു. അഗ്നിയും ലാവയും നിറഞ്ഞ ഒരു ഗ്രഹം മാത്രമായിരുന്നു അന്ന് ഭൂമി. ജീവന്റെ ഒരു കണിക പോലുമില്ലാത്ത ഒരു ഭൂമി. ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ സമുദ്രങ്ങൾ രൂപപ്പെട്ടു. ജലകണികയിൽ ജീവന്റെ ആദ്യ സൂചനകൾ ഉദിച്ചു. ഒറ്റകോശജീവികൾ വളരെ ചെറുതായിരുന്നു, പക്ഷേ അതിനുള്ളിൽ ഒളിഞ്ഞിരുന്നത് വലിയൊരു ഭാവിയായിരുന്നു. ഏകദേശം 2 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബഹുകോശജീവികൾ രൂപപ്പെട്ടു. 600 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർണമായ ജലജീവികൾ വികസിച്ചു. ഏകദേശം 400 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചില ജീവികൾ സമുദ്രത്തിൽ നിന്ന് കരയിലേക്കെത്തി. 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസറുകൾ ഉദിച്ചു. 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആസ്ട്രോയിഡ് ഭൂമിയെ തട്ടി. ഡൈനോസറുകൾ അപ്രത്യക്ഷമായി. അതിനുശേഷം സസ്തനികൾ വളരാൻ തുടങ്ങി. ഏകദേശം 7 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനും ഇന്നത്തെ ചിമ്പാൻസികളും പങ്കിടുന്ന പൊതുവായ പൂർവികർ വേർപിരിഞ്ഞു. 4 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കയിൽ ജീവിച്ചു. ഇവർ 2 കാലുകളിൽ നടക്കാൻ തുടങ്ങി. ഇത് മനുഷ്യ പരിണാമത്തിലെ നിർണായക ഘട്ടമായി കണക്കാക്കപ്പെടുന്നു. പിന്നീട് 2.4 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ ഹാബിലിസ് ഉദയം കൊണ്ടു. ഇവരായിരുന്നു കല്ലുപകരണങ്ങൾ നിർമ്മിച്ച ആദ്യ മനുഷ്യ ഇനം. 1.9 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ ഇറക്ടസ് ഭൂമിയിൽ ജന്മം കൊണ്ടു. ഇവർ തീ നിയന്ത്രിക്കാൻ പഠിച്ചു. അവർ ആഫ്രിക്ക വിട്ട് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും കുടിയേറി. ഏകദേശം 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നിയാൻഡർതാൽസ് യൂറോപ്പിൽ ജീവിച്ചു തുടങ്ങി. വലിയ തലച്ചോറും ശക്തമായ വലിയ ശരീരവും ഇവരുടെ പ്രത്യേകതയായിരുന്നു. മനുഷ്യ സംസ്കാരത്തിന്റെ ആദ്യ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയത് ഇവരിൽ നിന്നായിരുന്നു. ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഹോമോ സാപ്പിയൻസ് ഉദിച്ചു. ഇവരാണ് നാം. ഏകദേശം 70,000 മുതൽ 60,000 വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ സാപ്പിയൻസ് ആഫ്രിക്ക വിട്ട് ലോകമാകെ വ്യാപിച്ചു. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ കൃഷി ആരംഭിച്ചു. ഇതായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവം. ഗ്രാമങ്ങൾ രൂപപ്പെട്ടു, നഗരങ്ങൾ ഉയർന്നുവന്നു, സംസ്കാരങ്ങൾ വികസിച്ചു. ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് വ്യവസായ വിപ്ലവം ലോകം മാറ്റിമറിച്ചു. 20-ാം നൂറ്റാണ്ടിൽ വൈദ്യുതി, വിമാനങ്ങൾ, ബഹിരാകാശ യാത്ര. 21-ാം നൂറ്റാണ്ടിൽ ഡിജിറ്റൽ വിപ്ലവം, ഇന്റർനെറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഒരു കാലത്ത് കല്ലുപകരണങ്ങൾ പിടിച്ചിരുന്ന കൈകൾ ഇന്ന് കൃത്രിമ ബുദ്ധി സൃഷ്ടിക്കുന്നു. ഇതാണ് 3.8 ബില്യൺ വർഷം നീണ്ട നമ്മുടെ ജീവപരിണാമത്തിന്റെ ഒരു ചെറുചുരുക്കം. പക്ഷേ ഒരു ചോദ്യം ഇന്നും ബാക്കിയാണ്. പരിണാമം അവസാനിച്ചോ? ഇല്ല. ജനിതക മാറ്റങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതി ഇന്നും മാറിക്കൊണ്ടിരിക്കുന്നു. പരിസ്ഥിതി ഇന്നും നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിണാമം ഒരു നിമിഷം കൊണ്ട് നടക്കുന്നതല്ല, അത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിലെ ഒരു ചെറു കോശത്തിൽ നിന്നാണ് നാം ഈ യാത്ര ആരംഭിച്ചത്. മനുഷ്യൻ പരിണാമത്തിന്റെ അവസാന ഘട്ടമോ, അതോ മറ്റൊരു തുടക്കമാണോ? പരിണാമത്തിന്റെ കഥ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു.